ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്ന് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങളാണ് ആ തള്ളിക്കളയപ്പെട്ട മൂലക്കല്ല്. ദൈവം ഉയർത്താൻ പോകുന്ന വ്യക്തി നിങ്ങളാണ്. ലോകം മുഴുവനും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുന്നു. കർത്താവ് നിങ്ങൾക്ക് മഹത്വം നൽകാൻ പോകുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിൽ തന്നെ കർത്താവിൽ നിന്നും കൂടുതൽ കൃപയും സമാധാനവും ചോദിച്ച് പ്രാർത്ഥിക്കുക. അന്നന്നത്തെ ദിവസത്തെ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് അരുളി ചെയ്ത കർത്താവ് ഓരോ ദിവസവും നമുക്കാവശ്യമായ നമ്മുടെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും സംരക്ഷണത്തിനും സന്തോഷത്തിനും ആവശ്യമായ കൃപയും കാരുണ്യവും നമുക്ക് നൽകിയിരിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ യാത്രകളെ സമർപ്പിച്ച്, ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ആവശ്യമായ കാര്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 118:21 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് എനിക്കുത്തരമരുളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്. ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം. അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ. ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ. അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഏറ്റവും കരുണാമയനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ആകുലതകളെ, ഞങ്ങളുടെ നിയോഗങ്ങളെ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ, ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ അധ്വാനത്തെ, ഞങ്ങളുടെ പ്രതിഫലത്തെ എല്ലാം അങ്ങേക്ക് തരുന്നു. കർത്താവേ, ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് ധാരാളം കൃപ നൽകുന്നു. ഇന്നത്തെ ദിവസത്തെ ഈ പുതിയ കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാ കാര്യങ്ങളും മംഗളകരമാക്കുവാൻ, എല്ലാ മേഖലയിലും ലാഭമുണ്ടാകാൻ, നേട്ടങ്ങളുണ്ടാകാൻ, കൂടുതൽ വിജയം വരിക്കാൻ, കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകാൻ, കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ കർത്താവേ, ഇന്ന് നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ അസ്വസ്ഥതകളും ശാരീരിക പീഡകളും മാറി കർത്താവേ, നീ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാ അസ്വസ്ഥതകളും ശാരീരിക വേദനയും ഹൃദയത്തിൻ്റെ ദുഃഖവും ഭയവും നീക്കി ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഞങ്ങൾ കൂടുതൽ പ്രവർത്തന നിരതരാകുവാൻ, കൂടുതൽ നല്ലത് ചിന്തിക്കുവാൻ, സംസാരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, തിന്മയെ ബഹിഷ്കരിക്കുവാൻ,
ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ, സംരക്ഷിക്കപ്പെടുവാൻ കർത്താവേ, ഇന്ന് നീ ഞങ്ങൾക്ക് കൃപയാൽ നിറയ്ക്കണമേ. ഇന്നത്തെ ദിവസം പുതിയ കൃപയാൽ, പുതിയ ജ്ഞാനത്താൽ, പുതിയ അറിവിനാൽ, പുതിയ അഭിഷേകത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ നിറയ്ക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്ന അനന്തകോടി നന്മകളെ ഇന്നത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് നീ ശക്തി തരണമേ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമേ, ഇന്ന് കൂടുതലായി നിന്നിൽ നിന്നും ശക്തി പ്രാപിച്ച് എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുവാൻ, അടുക്കും ചിട്ടയോടും കൂടെ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ യാത്രകളെ, വാഹനങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ എപ്പോഴും ഞങ്ങൾക്കായിരിക്കണം. അതിനാൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ലോകം ഞങ്ങളെ പുറന്തള്ളിയാൽ, ഈ ലോകം ഞങ്ങളെ ഉപേക്ഷിച്ചാൽ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഞങ്ങളെ തള്ളിക്കളഞ്ഞാൽ, ഞങ്ങളെ നിസ്സാരരായി കണ്ട് മാറ്റി നിർത്തുന്നവരുടെ മുൻപിൽ നീ ഞങ്ങളെ ഉയർത്താൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവേ, ആ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഞങ്ങൾ തന്നെയല്ലേ? ദൈവമേ, നീ ഞങ്ങളെ ഉയർത്തുന്നത് കാണാൻ, ആ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും യാത്രകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവേ, കൂടുതൽ പ്രാർത്ഥിക്കാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിൽ കൂടി നേടിയെടുക്കാൻ വിശ്വാസവും ദൃഢനിശ്ചയവും നൽകി, ദീർഘവീക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അസാധ്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സാധ്യങ്ങളാണ്. അതിനാൽ എല്ലാം സാധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയോടെ ഞങ്ങളെ കാണണമേ. ഈ ദിവസം സകല നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയെയും പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും നിന്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാതൊരാപത്തും വരാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കരുണ തോന്നി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ, വഴി നടത്തണമേ, പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തണമേ, എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് വിവാഹ വാർഷികമുള്ളവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ പ്രത്യേക ചടങ്ങുകളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലയിലും ഇന്ന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും കൃപയാൽ നിറയ്ക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല നന്മകളാലും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.